കെപിസിസി പുനഃസംഘടനാ ചർച്ചകളിൽ കടുത്ത അതൃപ്തിയുമായി നേതാക്കൾ. കൊല്ലം ഡിസിസി അധ്യക്ഷനെ മാറ്റരുതെന്ന ആവശ്യവുമായി കൊടിക്കുന്നിൽ സുരേഷ് എംപിയും കണ്ണൂർ ഡിസിസി പ്രസിഡന്റിനെ നിലനിർത്തേണ്ടത് ആവശ്യമാണെന്ന് കെ സുധാകരനും നേതൃത്വത്തെ അറിയിച്ചു. ഭിന്നത രൂക്ഷമായതോടെ ദീപാദാസ് മുൻഷി കെപിസിസി അധ്യക്ഷനുമായി കൂടിക്കാഴ്ച നടത്തി. നേതാക്കൾക്കിടയിൽ അതൃപ്തിയുണ്ടെന്നത് തെറ്റായ വാർത്തയാണെന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം. സ്വാതി സന്തോഷ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. അസിത, കെപിസിസി പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട തിരക്കിട്ട ചർച്ചകളാണ് ദില്ലിയിൽ നടക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കെപിസിസിയുടെ അധ്യക്ഷൻ സണ്ണി ജോസഫ്, അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ, മുൻ കെപിസിസി അധ്യക്ഷനായിട്ടുള്ള കെ സുധാകരൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇന്ന് കേരള ഹൗസിലെത്തുകയും മാത്രമല്ല വർക്കിംഗ് പ്രസിഡന്റുമാരായിട്ടുള്ള ഷാഫി പറമ്പിൽ, പി.സി. വിഷ്ണുനാഥ് ഉൾപ്പെടെയുള്ളവർ എംപിമാരുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം നേരത്തെ തന്നെ ഈ പുനഃസംഘടനാ വിഷയവുമായി ബന്ധപ്പെട്ട കടുത്ത അതൃപ്തിയും ഭിന്നാഭിപ്രായവും നേതൃത്വത്തിനിടയിൽ തന്നെ പുകയുന്ന സാഹചര്യമുണ്ട്. ഇന്നും കൊടിക്കുന്നിൽ സുരേഷ് എം പി, അതോടൊപ്പം തന്നെ എം.കെ. രാഘവൻ, ബെന്നി ബെഹനാൻ തുടങ്ങിയവർ അതൃപ്തി രേഖപ്പെടുത്തിയതായിട്ടുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത്. നിലവിൽ കൊടിക്കുന്നിൽ സുരേഷ് എം പിയുടെ ആവശ്യമെന്ന് പറയുന്നത് കൊല്ലം ഡിസിസി പ്രസിഡന്റിനെ ഇപ്പോൾ മാറ്റേണ്ടതില്ല എന്നുള്ളൊരു നിലപാടാണ്. അദ്ദേഹം ആ അതൃപ്തി നേതൃത്വത്തോട് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് 9 ഡിസിസി അധ്യക്ഷന്മാരെ നിലവിൽ മാറ്റുവാൻ വേണ്ടിയാണ് കോൺഗ്രസ് തീരുമാനിക്കുന്നത് എങ്കിൽ പോലും നിലവിൽ കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം എന്നീ ഡിസിസി അധ്യക്ഷന്മാരെ മാറ്റേണ്ടതില്ല എന്നുള്ളൊരു നിലപാട് കെ സുധാകരനും അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരുമായി ചർച്ച നടത്തിയിട്ട് സമവായത്തിലെത്തി ആ സമവായ തീരുമാനം ഇംപ്ലിമെന്റ് ചെയ്യാനാണ് ഈ ചർച്ചകളും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അത് ഭംഗിയായി നടക്കും. കോൺഗ്രസിനകത്ത് ഇന്നലെയും നടന്നിട്ടുണ്ട്, ഇനിയും നടക്കാനുള്ള സാധ്യതകൾ പാർട്ടിക്കകത്തുണ്ട്. കണ്ണൂർ മികച്ച പ്രവർത്തനമാണ് കണ്ണൂർ ഡിസിസി പ്രസിഡന്റ്. നല്ല ക്ലാസ്സാണ്. നമ്പർ 1 കേരളത്തിലെ. മാറ്റേണ്ടതില്ല, ഒരു മാറ്റാനും കാര്യമില്ല, മാറ്റേണ്ട ആവശ്യമില്ല എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതേസമയം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പൊക്കെയും വരാനിരിക്കെ ഒരു ജംബോ കമ്മിറ്റി രൂപീകരിക്കാനുള്ള സാധ്യത കൂടി തള്ളിക്കളയാൻ കഴിയില്ല എന്നുള്ള പ്രതികരണം രമേശ് ചെന്നിത്തല ഉൾപ്പെടെ നടത്തുകയും ചെയ്തിട്ടുണ്ട്. പാർട്ടി പ്രതിപക്ഷത്തെ നയിക്കുമ്പോൾ നമുക്ക് കൊടുക്കാൻ കഴിയുന്ന ഉത്തരവാദിത്തങ്ങൾ പാർട്ടിയിലാണ്. അപ്പോൾ സ്വാഭാവികമായും പാർട്ടിക്കകത്തുള്ള ആളുകൾക്ക് വേണ്ടത്ര പ്രാധാന്യം കൊടുത്ത് പാർട്ടിയെ നയിക്കാൻ കഴിവുള്ളവർക്ക് ചുമതല കൊടുത്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് സാധാരണഗതി സ്വീകരിക്കുന്ന സമീപനം. അതേസമയം ഈ അതൃപ്തി ഒക്കെയും ഉള്ളപ്പോൾ ഇതിനെല്ലാം തള്ളിക്കൊണ്ട് അത്തരത്തിലുള്ള അതൃപ്തി ഉണ്ട് എന്ന് പറയുന്ന വാർത്ത വെറും പ്രചാരണം മാത്രമാണ് എന്നുള്ള വാദവുമായാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ രംഗത്തെത്തിയത്. തെറ്റായ വാർത്തകളാണ്, എല്ലാം തെറ്റായ വാർത്തകളാണ്. കോൺഗ്രസിൽ അങ്ങനത്തെ ഒരനൈക്യമില്ല. എല്ലാവരുമായിട്ടുള്ള കൂടിയാലോചനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. എല്ലാവരുമായും കൂടിയാലോചിച്ചുകൊണ്ട് ഈ വിഷയത്തിൽ ഒരു സമവായ ചർച്ചയിലേക്ക് കെപിസിസി അധ്യക്ഷൻ സണ്ണി ജോസഫ് പോവുകയാണ്. നിലവിൽ എല്ലാവരുമായും ആലോചിച്ച് ഒരു തീരുമാനമെടുക്കും. ഉടൻ ഈ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ടൊരു അന്തിമ തീരുമാനം ഉണ്ടാകുമെന്നുള്ളതാണ് കെപിസിസി അധ്യക്ഷൻ സണ്ണി ജോസഫ് വ്യക്തമാക്കിയിട്ടുള്ളത്. അതോടൊപ്പം സംഘടനാ ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള കെ.സി. വേണുഗോപാലുമായി ഉടൻ കൂടിക്കാഴ്ച നടത്തുകയും കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇത് സംബന്ധിച്ച ഒരു അന്തിമ പട്ടിക രൂപീകരിക്കും, അത് പ്രസിദ്ധീകരിക്കുമെന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല മല്ലികാർജുൻ ഖാർഗെ, രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയ്ക്കും സമയം തേടിയിട്ടുണ്ട്. നാളെ മിക്കവാറും രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെയുമായി നേതാക്കൾ കൂടിക്കാഴ്ച നടത്തുമെന്നാണ് മനസ്സിലാകുന്നത്. എന്തായാലും സമവായ ചർച്ചകൾ ഒരിടത്ത് പുരോഗമിക്കുമ്പോൾ പോലും കടുത്ത അതൃപ്തിയുമായാണ് നേതാക്കൾ രംഗത്തെത്തുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഈ ഭിന്നാഭിപ്രായങ്ങളൊക്കെയും കണക്കിലെടുത്തുകൊണ്ട് എല്ലാവരെയും ഒരുമിച്ച് നിർത്തുവാനുള്ളൊരു തീരുമാനം എടുക്കുമെന്നുള്ള പ്രതീക്ഷയാണ് ഇപ്പോൾ സണ്ണി ജോസഫ് അടക്കം പങ്കുവച്ചിട്ടുള്ളത്. അതേസമയം ദീപാദാസ് മുൻഷി ഉൾപ്പെടെയുള്ളവർ ഇന്ന് കേരള ഹൗസിൽ എത്തിക്കൊണ്ട് അധ്യക്ഷനുമായും അതോടൊപ്പം മറ്റ് നേതാക്കളുമായും കൂടിക്കാഴ്ചകൾ നടത്തുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഡിസിസി അധ്യക്ഷന്മാരുടെ അന്തിമ പട്ടിക കെ.സി. വേണുഗോപാലുമായി നടത്തുന്ന കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയായിരിക്കും ഉണ്ടാവുക.